രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. മികച്ച ചിത്രം ഉൾപ്പെടെ മലയാള സിനിമാ നേട്ടങ്ങൾ കൈവരിച്ച വർഷം കൂടിയാണ് ഇത്തവണത്തേത്. രാഷ്ട്രീയ ചലച്ചിത്രമേളയിലെ അധികായകന്മാർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തും. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അടക്കം ചടങ്ങിൽ സമ്മാനിക്കും. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് മിഥുൻ ചക്രവർത്തിയാണ് ഇത്തവണത്തെ പുരസ്കാരത്തിന് അർഹനായത്. ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് മികച്ച സിനിമ. ആട്ടത്തിന്റെ എഡിറ്റിംഗിന് മികച്ച എഡിറ്റർക്കുള്ള ദേശീയ പുരസ്കാരവും മഹേഷ് ഭുവനേന്ദ്രനാണ് ലഭിച്ചത്. മാളികപ്പുറത്തിലൂടെ ശ്രീപദ് മികച്ച ബാലതാരമായി. തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കാണ് മികച്ച മലയാള സിനിമ. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി. നിത്യ മേനോനും ഗുജറാത്തി നടി മാൻസി പരേഖുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിടുന്നത്. ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് നൃത്ത സംവിധായകൻ ജാനി മാസ്റ്ററുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ജൂറി റദ്ദാക്കിയിട്ടുണ്ട്. 1953 മുതലാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.